നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ സർവത്ര ജനങ്ങളും മഴയിൽ പെട്ടു എന്ന വാർത്ത പുറത്തുവരികയാണ്. ഓഫീസ് ടൈം വിടുന്ന സമയമായതിനാൽ തന്നെ സർവ്വ ആളുകളും മഴയിൽ പെട്ടുപോയി എന്നാണ് വ്യക്തമാകുന്നത്. പലയിടങ്ങളിലും വാഹന ഗതാഗത സൗകര്യം ഇല്ലാതെയാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മഴയത്ത് റെയിൻകോട്ട് ധരിച്ചു പോലും വണ്ടി ഓടിക്കാൻ കഴിയാത്ത തരത്തിൽ കാഴ്ച മങ്ങുന്ന വിധത്തിലായിരുന്നു ശക്തമായ മഴ പെയ്തത്. തുടർച്ചയായി 2 മണിക്കൂർ അതേ രീതിയിൽ തന്നെയാണ് മഴ പെയ്തുകൊണ്ടേയിരുന്നത്. ഇടിമിന്നൽ വളരെ വലിയ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും സംസ്ഥാനത്ത് ഇന്നും സമാനമായ സാഹചര്യം ഉണ്ടാകുന്നു എന്ന റിസൾട്ട് പുറത്തുവരികയാണ്. ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടില്ലെങ്കിലും എല്ലാ ജില്ലകളിലും ശക്തമായ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്നലെ രാത്രി സംസ്ഥാനത്ത് 11 ജില്ലകളിലും യെല്ലോ അലർട്ട് നൽകിയിരുന്നു. സംസ്ഥാനത്ത് പരക്കെ ശക്തമായ മഴയായിരുന്നു ഇന്നലെ ലഭിച്ചത്. വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്നാണ് അറിയിപ്പുള്ളത്. ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം മഴ ലഭിച്ചിരുന്നു. എല്ലാ ജില്ലകളിലും തന്നെയാണ് ശക്തമായ മഴ ലഭിച്ചത്. തുടർച്ചയായി തിരുവനന്തപുരത്തൊക്കെ തന്നെ 2 മണിക്കൂർ നീണ്ടുനിന്ന മഴയായിരുന്നു ഉണ്ടായിരുന്നത്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ ഉണ്ടായിരുന്നു. തമ്പാനൂർ അടക്കമുള്ള ജില്ലയുടെ ഹൃദയഭാഗങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. ഗ്രാമമേഖലകളിലും മലയോര മേഖലകളിലും ശക്തമായ മഴയും അതുപോലെ തന്നെ കോടമഞ്ഞും ഒക്കെയാണ് ഇന്ന് രാവിലെയുള്ള അവസ്ഥ. മണിക്കൂറോളം നീണ്ടുനിന്ന ഒരേ രീതിയിൽ ശക്തമായ മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരുന്നത് 2 മണിക്കൂർ നേരവും. എന്തായാലും അതിനുശേഷമാണ് മഴയൊക്കെ തന്നെ ഒന്ന് മാറിയത്. എന്നാൽ രാത്രിയിലും ചെറിയ രീതിയിൽ ചാറ്റൽ മഴയൊക്കെ തന്നെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൃത്യമായ മഴ ലഭിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. രാജ്യത്ത് കേരളം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ശക്തമായ മഴയും കൊടുങ്കാറ്റും അനുഭവപ്പെട്ടത് പൊടിക്കാറ്റും അടക്കമുള്ളവ അനുഭവപ്പെട്ടത് രാജ്യ തലസ്ഥാനത്താണ്, ഡൽഹിയിലാണ്. എന്തായാലും ഇന്ന് പുലർച്ചെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ മഴയും കാറ്റും അനുഭവപ്പെട്ടിരുന്നു എന്ന വാർത്ത പുറത്തുവരികയാണ്. തിരുവനന്തപുരം, കൊല്ലം, കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിലും മഴ ലഭിച്ചിരുന്നു. വരുന്ന 5 ദിവസവും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. ചൊവ്വാഴ്ച 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച വരെയാണ് ഈ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2025 മെയ് 5, 6 തീയതികളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ഈ 5, 6 തീയതികളിൽ വരുന്ന ദിവസങ്ങളിലെ 5, 6 തീയതികളിലാണ് ശക്തമായ മഴ അനുഭവപ്പെടുന്നത് എന്നൊരു വാർത്ത വരുന്നുണ്ട്. ശക്തമായ മഴ മാത്രമല്ല, ഒപ്പം ശക്തമായ കാറ്റും കൂടി അനുഭവപ്പെടുന്നുണ്ട് എന്നാണ്. 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലുള്ള ശക്തമായ കാറ്റുകൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കുട പിടിച്ച് നടക്കുവാനോ അല്ലെങ്കിൽ വണ്ടി ഓടിച്ചു പോകുവാനോ പോലും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. ഈ ശക്തമായ കാറ്റിൽ ശക്തമായ മഴത്തുള്ളികളുടെ ശക്തി കാരണം നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. കഴിയുന്നതും ഈ അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പലരും പെട്ടുപോകുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. മഴ മാറും എന്ന് കരുതി പലയിടങ്ങളിലും പല ചായ്പുകളിലും കയറി നിന്നവരൊക്കെ തന്നെ 2 മണിക്കൂറോളം, 1.5 മണിക്കൂറോളം, 1 മണിക്കൂറോളം ഒക്കെ തന്നെ അവിടെ പെട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് മഴയുടെ ശക്തി ക്രമാതീതമായി കുറയുമെന്ന് കരുതിയിട്ടും അങ്ങനെ ഒന്നും കുറയാതെ ഒരേ നിലയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം അനുഭവപ്പെട്ടത്. എന്തായാലും മെയ് 3, 4 തീയതികളിൽ, അതായത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 വരെ കിലോമീറ്ററിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ സംസ്ഥാനത്ത് മിക്ക ജില്ലയിലും മഴ ലഭിച്ചിരുന്നു. തിരുവനന്തപുരം, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ് പുറപ്പെടുവിച്ചിരുന്നത്. തിരുവനന്തപുരത്ത് ഇന്നലെ ഉച്ച കഴിഞ്ഞ് തുടങ്ങിയ മഴ പൊടുന്നനെ ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴയായി മാറുകയായിരുന്നു എന്നാണ് പറയാൻ. അതായത് ജാഗ്രത നിർദ്ദേശം ഒന്നും തന്നെ ഇല്ലായിരുന്നു. റെഡ് അലർട്ട് ഒന്നും തന്നെ പ്രഖ്യാപിച്ചിരുന്നില്ല. അലർട്ടുകളൊന്നും തന്നെ പ്രധാനമായി തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചിരുന്നില്ല. മലയോര മേഖലകളിലും ഒപ്പം തിരുവനന്തപുരത്തെ നഗരമേഖലകളിലും ഒക്കെ തന്നെ ഇടിമിന്നലോട് കൂടി അതിശക്തമായ മഴയായിരുന്നു. പിന്നീട് റെഡ് അലർട്ട് ഒക്കെ തന്നെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിലും റോഡുകളിലും വെള്ളക്കെട്ട് ഉണ്ടായി. പിന്നാലെ നഗരത്തിൽ വാഹനക്കുരുക്കം രൂക്ഷമായി മാറുകയായിരുന്നു. അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ടിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 50 മുതൽ 40 വരെ കിലോമീറ്റർ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്.
നാളെ അതായത് ഞായറാഴ്ച പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലയിലും ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് മുന്നറിയിപ്പ്. മെച്ചപ്പെട്ട മഴയും കൂടുതൽ ബുദ്ധിമുട്ടിക്കാത്ത ചൂടുമായി 2025 വേനൽക്കാലം തുടരുന്നു എന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നല്ല രീതിയിൽ മഴ ലഭിച്ച വേനൽക്കാലമാണ് ഈ വർഷത്തേത്. 2022 ശേഷം 243 mm ഇത്തവണത്തെ മാർച്ചിൽ പെയ്തു എന്ന വ്യത്യാസവും കൂടിയുണ്ട്. ഏപ്രിൽ മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഇപ്പോഴാണ്. പസഫിക് സമുദ്രത്തിലെ എൽ നിനോ പ്രതിഭാസം കാരണം ഏറ്റവും കുറവ് മഴ ലഭിച്ചത് കഴിഞ്ഞ വർഷം ആയിരുന്നു. കഴിഞ്ഞ വർഷം 52.6 mm മഴ മാത്രമാണ് ലഭിച്ചത്. ഇത്തവണ പസഫിക് സമുദ്രത്തിൽ വേനൽ തുടക്കത്തിലെ ലാനിന സാഹചര്യവും തുടർന്നുള്ള ന്യൂട്രൽ സാഹചര്യവും വേനൽ മഴയ്ക്കുള്ള അനുകൂല സാഹചര്യത്തിൽ ഒന്നായി മാറുകയായിരുന്നു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ പകൽ താപനിലയും ചെറിയ ആശ്വാസമുണ്ട്. ഏപ്രിൽ അവസാനിക്കുമ്പോഴും ഇത്തവണ ഔദ്യോഗികമായി മാർച്ച് ഏപ്രിൽ മാസത്തിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില രേഖപ്പെടുത്തിയിട്ടില്ല. 2024-23 വർഷങ്ങളിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇത്തവണ മാർച്ചിൽ വെള്ളാലിക്കരയിൽ 39 ഡിഗ്രി സെൽഷ്യസ്, ഏപ്രിൽ പാലക്കാട് 32.9 ഡിഗ്രി സെൽഷ്യസ് എന്നിവയാണ് ഉയർന്ന താപനിലയായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അന്തരീക്ഷ ഈർപ്പം കൂടുതൽ കാരണം പുഴുങ്ങിയ അന്തരീക്ഷ സ്ഥിതി ചില ദിവസങ്ങളിൽ കൂടുതലായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ വർഷത്തെ മറ്റൊരു പ്രത്യേകത മാർച്ച് ഏപ്രിൽ മാസത്തേക്കാൾ ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് ഫെബ്രുവരിയിലായിരുന്നു എന്നുള്ളതാണ്. അതും 2 തവണ. കണ്ണൂർ എയർപോർട്ടിൽ 40.4 ഡിഗ്രി സെൽഷ്യസും 40.2 ഡിഗ്രി സെൽഷ്യസ് ചൂടും രേഖപ്പെടുത്തിയത് അത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു. അല്ലെങ്കിൽ അതൊരു വ്യത്യാസം തന്നെയാണ് ഈ ഒരു വർഷത്തെ അപേക്ഷ നോക്കുകയാണെങ്കിൽ. മെയ് മാസത്തിൽ മെച്ചപ്പെട്ട വേനൽ മഴയ്ക്കും കൂടുതൽ ബുദ്ധിമുട്ടിക്കാത്ത ആശ്വാസകരമായ താപനിലയും പ്രതീക്ഷിക്കുന്നതിനായി കാലാവസ്ഥാ വിദഗ്ധർ രാജീവൻ ഏരിക്കുളം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. ഏതായാലും ഡൽഹിയിലും സമാനമായ സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ പുലർച്ചെ പെയ്ത കനത്ത മഴയിൽ ഡൽഹിയിലും ദേശീയ തലസ്ഥാന മേഖലയിലും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ദ്വാരകയിൽ വീടിന്റെ മേൽക്കൂരയിലേക്ക് മരം വീട് 3 കുട്ടികൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 4 പേരാണ് മരിച്ചത്. മഴ മൂലം നഗരത്തിലെ താഴ്ന്ന ഭാഗങ്ങൾ വെള്ളത്തിനടിയിലായി വ്യോമഗതാഗതത്തെയും ബാധിച്ചു. അതേസമയം മഴ വേനൽ ചൂടിന് ആശ്വാസമായി മാറിയിരിക്കുകയാണ്. ദ്വാരക ജില്ലയിലെ ജാഫർപൂർ കലാലിനടുത്തുള്ള ഘാർഘരി നഹർ ഗ്രാമത്തിൽ ജ്യോതിയും അതുപോലെ തന്നെ 3 കുട്ടികളുമാണ് മരിച്ചത്. ജ്യോതിയുടെ ഭർത്താവ് അജയ് നിസാര പരിക്കുകളോടുകൂടി രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന ജ്യോതിയെയും കുട്ടികളെയും അഗ്നിശമന സേന പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ശക്തമായ മഴയിൽ ലജ്പത് നഗർ, RK പുരം, ദ്വാരക തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുത ബന്ധം തകരാറിലാക്കി. കനത്ത മഴയെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിൽ 100-ലധികം വിമാനങ്ങൾ വൈകി. ടെർമിനൽ 3-ൽ ഒരു ലോഹപാളി തകർന്നെങ്കിലും ആളപായമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. ഇനി രാജ്യവ്യാപകമായുള്ള മഴയ്ക്ക് ശേഷം ലോകവ്യാപകമായ മഴയുടെ കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ പ്രവാസ ലോകത്തിന്റെ ശക്തമായ മഴ ഉണ്ടാകുന്നു എന്ന വാർത്ത വരുന്നു. മക്കയിലും റിയാദിലും മഴയ്ക്കും വെള്ളം കയറുന്നതിനും സാധ്യതയുണ്ട് എന്ന് സിവിൽ ഡിഫൻസ് വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. ചൊവ്വാഴ്ച വരെ രാജ്യത്തിന്റെ പല ഭാഗത്തും കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ടെന്ന് സൗദി അറേബ്യയുടെ സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകി. സൗദി പ്രസ് ഏജൻസി നൽകിയ റിപ്പോർട്ട് പ്രകാരം മക്കയിൽ മിതമായതോ കനത്തതോ ആയ മഴയ്ക്കൊപ്പം ആലിപ്പഴ വർഷവും ശക്തമായ കാറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഡയറക്ടറേറ്റ് അറിയിച്ചിട്ടുണ്ട്. റിയാദിൽ മിതമായതോ കനത്തതോ ആയ മഴയും തെക്കു പടിഞ്ഞാറൻ നജ്റാമിൽ നേരിയ മഴയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മദീന, അൽ ബഹ, അസീർ, ജിസാൻ, അതുപോലെ തന്നെ സെൻട്രൽ ഖസീൻ, ഹായിൽ, അതുപോലെ തന്നെ വടക്കൻ അതിർത്തികൾ, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാനും വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനും വിവിധ മാധ്യമ ചാനലുകൾ വഴി പങ്കിടുന്ന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുവാനും സൗദികളും പ്രവാസികളും അടക്കം രാജ്യത്തെ താമസിക്കുന്ന എല്ലാവരോടും നിർദ്ദേശിക്കുന്നതായി സിവിൽ ഡിഫൻസ് അധികൃതർ വ്യക്തമാക്കുകയാണ്.